ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കൊഞ്ച് കൊണ്ടുള്ളൊരു വിഭവമാണ്. അടിപൊളി ടേസ്റ്റാണ്. കൊഞ്ചുമാങ്ങ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട്. ഇതല്ല, ഇത് വേറൊരു രീതിയിൽ വെക്കുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പോളം കൊഞ്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കറിവേപ്പില കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടിയത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. വെളുത്തുള്ളി, ചുവന്നുള്ളി റെഡിയാക്കി വെച്ചിരുന്നതെല്ലാം എടുത്തു. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ചതച്ചെടുക്കേണ്ടത്. വറ്റൽമുളകിൻ്റെ ഞെട്ടെല്ലാം ഞാൻ എടുത്തിട്ട് അതൊന്ന് മുറിച്ചിട്ടു. ഇത് ഒരുപാടങ്ങ് അരഞ്ഞു പോകുമെന്ന് വേണ്ട, നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി. ഇതൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഒരു പാൻ ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഏത് ഓയിൽ വേണേലും എടുക്കാം. ഞാനിത് ഉപയോഗിക്കുന്നത് കനോല ഓയിലാണ്. വെളിച്ചെണ്ണയൊക്കെ വേണേലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതിട്ട് കൊടുത്തു. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയാലും മതി, പക്ഷെ ഞാൻ നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. കാരണം അന്നേരം മൂക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ഞാൻ വേറൊരു പാനിലേക്ക് അടുപ്പത്ത് വെക്കുകയാണ്. അതും കൂടെ ഒന്ന് നമുക്ക് മൂത്ത് കിട്ടണം. ഇത് വറുത്ത കൊഞ്ചാണ്, കൊണ്ടുവന്നതാണ് ഞാൻ നാട്ടിൽ നിന്ന്. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മൂക്കണം. എണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ കൊഞ്ചിട്ടിരിക്കുന്നത്. എണ്ണയ്ക്കകത്തിൽ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോഴിതൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കൊഞ്ചും കൂടെ മൂപ്പിച്ച് ചേർക്കാം. കൊഞ്ചും ഇപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചത് ഞാനിങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് ഇതിനകത്തിലേക്ക് കൊഞ്ചിട്ട് കൊടുത്തു. കൊഞ്ചൊന്ന് അല്പം കൂടെ മൂത്തിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. കൊഞ്ച് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇടാം. ഇവിടെ കുട്ടികൾക്ക് എരിവ് അധികം വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇടുന്നില്ല. പിന്നെ അതിലേക്ക് സ്വാദിനാവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇനിയൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ സ്വാദിഷ്ടമായ ഉണക്കക്കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.